എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്നൊരു മഹാരാഷ്ട്രൻ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ബോംബിൽ കറിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. ഇതിനെ ബോംബെ ഡക്ക് എന്നും പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു മീൻ കറി തയ്യാറാക്കാനായിട്ട് ആദ്യം ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും 8 വെളുത്തുള്ളി അല്ലിയും 3 പച്ചമുളകും ഒരു തക്കാളിയുമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഞാൻ ഈ എടുത്തു വെച്ച എല്ലാ ചേരുവകളും ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. കുറച്ച് പുളിയാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാകും. നല്ല തിക്കായിട്ടുള്ളൊരു പൾപ്പാണ് നമുക്ക് വേണ്ടത്. ഇതാണ് ബോംബിൽ ഫിഷ്. ഇത് വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു മീനാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഓരോന്നും 2ആയിട്ട് മുറിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഈ കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു കടായിൽ ഏകദേശം 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് എണ്ണയുമായിട്ട് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു കൂട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇതിലേക്ക് വളരെ കുറച്ച് പൊടികളാണ് നമ്മൾ ചേർക്കുന്നത്. അധികം മസാലയൊന്നും ഇല്ലാത്ത ഒരു കറിയാണിത്. നമ്മുടെ നാടൻ രീതിയിലുള്ള മീൻ കറിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കറിയാണിത്. നമ്മുടെ ഈ അരച്ചെടുത്ത കൂട്ട് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഈ 2 പൊടികളും നല്ലതുപോലെ ഈ അരപ്പിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെയും നന്നായിട്ടിതൊന്ന് വഴറ്റി കൊടുക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു മീൻ കറിയാണിത്. ഇപ്പോൾ അരപ്പ് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ പുളി പിഴിഞ്ഞെടുത്ത വെള്ളമാണ് ചേർക്കാനുള്ളത്. അതിന് മുമ്പായിട്ട് നല്ലതുപോലെ ഒന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ല തിക്കായിട്ടുള്ള ഒരു പൾപ്പായിട്ട് വേണം എടുക്കേണ്ടത്. ഏകദേശം ഇതൊരു 2 ടേബിൾ സ്പൂണോളം ഉണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അരപ്പ് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. ഇപ്പോൾ അരപ്പ് ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. തീ അല്പം ഒന്ന് കുറച്ച് വെച്ച ശേഷം ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് 1/2 കിലോ ബോംബിലുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഇത് അധികം വേവൊന്നും ഇല്ലാത്ത മീനാണ്. എല്ലാ മീൻ കഷ്ണങ്ങളും ഇട്ടിട്ട് ഇതുപോലെ സ്പൂൺ കൊണ്ടൊന്ന് അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കൂടുതൽ ഇളക്കുകയൊന്നും ചെയ്യരുത്. ഇപ്പോൾ കറി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 7 മുതൽ 8 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മീനൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കുക. കുറവാണെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോംബിൽ കറി ഇവിടെ റെഡിയാകും. ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. Thank you.